ഹലോ എൻ്റെ പ്രിയപ്പെട്ട തങ്കമേറിയ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സുഹൃത്തുക്കളെ. ഇനി പറയാനാണെങ്കിൽ കുറേ പറയാം, നല്ല വാക്കുകൾ കുറേ പറയാം. പക്ഷെ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഐ ACCA. അപ്പോൾ ഇന്ന് നമ്മൾ FM പേപ്പറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയെ കുറിച്ച് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്ന മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ കൺസെപ്റ്റ്സും അതേപോലെ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ കുറിച്ച് നോക്കി തുടങ്ങാം. ഇത് നിങ്ങളുടെ എക്സാം സിറ്റിംഗ്സിൽ പലപ്പോഴും സെക്ഷൻ A, B, Cയിൽ ഒക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുവരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുന്ന മുന്നേ, എന്താണ് ഈ തിയറീസ് എന്ന് പറയുന്ന മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ക്യാപിറ്റൽ നോക്കണം, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് നോക്കണം, പിന്നെ എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ പറയുന്നത്, എങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് എന്നൊക്കെ നോക്കണം അല്ലേ. ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമുക്ക് അത് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പല ഇൻവെസ്റ്റ്മെന്റ്സും പല ഓപ്പറേഷൻസും ഒക്കെ നടത്താനുണ്ടാവും. ഒരു കമ്പനി നടത്തി പോകാൻ നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ. അങ്ങനെ നമ്മൾ ആ കിട്ടുന്ന ഫണ്ടിനെ പറയുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ക്യാപിറ്റൽ നമുക്ക് എവിടുന്ന ഒരു കമ്പനിക്ക് കിട്ടുക, ഒരു ബിസിനസ്സിന് എവിടുന്ന ഈ കമ്പനിക്ക് ഒരു എന്ത് കിട്ടുക, ഫണ്ട്സ് ഒക്കെ കിട്ടുക? അത് നമുക്ക് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്യാപിറ്റലിനെ നമ്മൾ രണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഇക്വിറ്റി ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യാം. ഒരു ഹാഫ് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇക്വിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ സോഴ്സ് നമുക്ക് പറയാം മെയിൻലി ഡെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു നമുക്ക് മെയിൻലി പറയാം ഇക്വിറ്റി നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ രണ്ട് ടേംസ് നിങ്ങൾ ആക്ച്വലി കേട്ടിട്ടുണ്ടാവും. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്ത് അങ്ങനെയുള്ള ഇതിൽ കിട്ടുന്ന ഫണ്ടിനെ പറയുന്നതാണ് എന്ത്? ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്ത് ലോൺസ്, ലോൺ നോട്ട്സ്, ബോറോയിങ്സ് അങ്ങനെയൊക്കെയുള്ള ഇതിനെ പറയുന്നതാണ് എന്ത്? ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വട്ടം കാണിച്ചത്, അത് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. ഈ ടോട്ടൽ ക്യാപിറ്റലിൽ എത്രത്തോളം ഇക്വിറ്റി ഉണ്ട്, എത്രത്തോളം ഡെപ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഓരോ ബിസിനസ്സിനും അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ചില ബിസിനസ്സസ് എന്ത് ചെയ്തു, ചില ഒരു ബിസിനസ് കൂടുതലും ഇക്വിറ്റി ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ കൂടുതൽ എന്തെടുക്കും? ഇക്വിറ്റി ആയിരിക്കും. ലൈക്ക് 70% ഇക്വിറ്റി ആയിരിക്കും, 30% അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ബോറോയിങ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ കമ്പനിക്കും എന്തായിരിക്കും? ഡിഫറെൻറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് നമുക്ക് നോക്കാം. അത് നമുക്ക് അങ്ങനെയല്ല, ഓരോ കമ്പനീൻ്റെ പ്രിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ the composition of debt and equity a company uses to finance its operations and investments, അതാണ് എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഇഫ് ദർ ഇസ് ചേഞ്ച് ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വാക് which will also result in the change of business value. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് വാക് എന്താണെന്ന് അറിയാം. ഒരു കമ്പനിയുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഈ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു, നമുക്ക് ഇവിടെ ഇക്വിറ്റി ഡെപ്റ്റ് ആയിട്ട് നമ്മൾ മെയിൻലി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഓബിയസ്ലി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടിവരും? കോസ്റ്റ് ഉണ്ടാവും അല്ലേ. ആ ഒരു കോസ്റ്റിന്റെ വെയ്റ്റഡ് ആവറേജ് ആണ് വാക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ കമ്പനീൻ്റെ വാക്കിൽ വ്യത്യാസം വരും. വാക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ ഡിഫറൻസ് വരും എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. വൈ ഇസ് ദിസ് ദ കേസ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറും വാക്കും അതേപോലെ നമ്മളെ ബിസിനസിന്റെ വാല്യൂം എന്താണ്? ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. ഇത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് നോക്കാം. This is because business value is the present value of future cash flows available to the investors discounted at its WACC. നമ്മളൊരു കമ്പനീൻ്റെ ബിസിനസ് വാല്യൂ അഥവാ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിസ്കൗണ്ടഡ് അറ്റ് ഇറ്റ്സ് വാക്കിൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ എന്തൊക്കെ ആ ഒരു കമ്പനി ഫ്യൂച്ചറിൽ ക്യാഷ് ഫ്ലോ വരുത്തുന്നുണ്ടോ, ഫ്യൂച്ചറിൽ എന്തൊക്കെ ക്യാഷ് ഫ്ലോ വരുത്തുന്നുണ്ടോ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഡിസ്കൗണ്ടഡ് അറ്റ് ഇറ്റ്സ് വാക്ക് ആണ് ഒരു കമ്പനീൻ്റെ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ എങ്ങനെ ഇത് നോക്കിക്കേ, മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി ഇസ് ഇക്വൽ ടു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് വാക്ക്. അപ്പോൾ ഈ വാക്കിൽ
എന്തെങ്കിലും ചേഞ്ച് വന്നാൽ എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷന്റെ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂവിൽ എന്ത് വരും? ചേഞ്ച് വരില്ലേ? ബാക്കിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താം, ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂവിലും ചേഞ്ച് വരുത്താം. ഓക്കെ, അപ്പൊ ആസ് എ ഫൈനാൻഷ്യൽ മാനേജർ നമുക്ക് ഈ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ കൂട്ടണം എന്നായിരിക്കും അല്ലെ? അതാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്. ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് ഇൻക്രീസ് ചെയ്യുക, ബിസിനസിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുക, ഇതൊക്കെയാണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് വരുന്നത് അല്ലെ? അപ്പോൾ ഈ കമ്പനീന്റെ വാക്കിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് വാല്യൂവിൽ മാറ്റം വരുത്താൻ പറ്റുമെന്നെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. സിറ്റുവേഷൻ എ ഉണ്ട്, സിറ്റുവേഷൻ ബിയും ഉണ്ട്. സിറ്റുവേഷൻ എയിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് എ കമ്പനി നമുക്ക് നോക്കാം. അവരുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് 100 ആയിട്ട് എടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണ്. ഒരു 100 ആയിട്ട് അവരുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എടുക്കാം. അല്ല, അവർ കറണ്ട് ഇപ്പോൾ അവരുടെ വാക്ക് വരുന്നത് 15% ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു അസംഷൻ ആണ്. അപ്പോൾ അവരുടെ മാർക്കറ്റ് വാല്യൂ നോക്കിക്കേ, 667 ആണ് ഇപ്പൊ അവരുടെ മാർക്കറ്റ് വാല്യൂ വന്നിരിക്കുന്നത് അല്ലെ? 100 ഡിവൈഡഡ് ബൈ 0.15 ചെയ്തപ്പോൾ 667 ആണ് ഇപ്പൊ അവരുടെ കറണ്ട് മാർക്കറ്റ് വാല്യൂ. ഓക്കെ, ഇപ്പൊ ഈ കമ്പനീന്റെ ഫൈനാൻഷ്യൽ മാനേജേഴ്സ് ഡിസൈഡ് ചെയ്യാണ്, ഓക്കെ കുറച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം, വാക്കിൽ മാറ്റം വരുത്താം. ഇതേ കമ്പനി അവരെ സെയിം 100 ക്യാഷ് ഫ്ലോസ് അവരുടെ വാക്കിൽ മാറ്റം വന്നു, 0.1 ആയിട്ട് മാറി. ഓക്കെ, 0.1 ആയിട്ട് അവരെന്ത് മാറി? വാക്ക് മാറി. നോക്കിക്കേ, ആ ഒരു ചെറിയ വ്യത്യാസമല്ല, ആ ഒരു വ്യത്യാസത്തിൽ എന്ത് സംഭവിച്ചു? അവരുടെ മാർക്കറ്റ് വാല്യൂ അത്രത്തോളം റൈസ് ആയി അല്ലെ? ഇപ്പൊ 1000 ആയിട്ട് മാറി. 667 എന്നുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു കമ്പനി ഇപ്പൊ അവരെ നോക്കിക്കേ 1000 ആയിട്ട് അവരുടെ മാർക്കറ്റ് വാല്യൂവിൽ റൈസ് വന്നു. അപ്പൊ ഈ ഒരു ബാക്കിൽ വന്നൊരു ചേഞ്ച്. അപ്പൊ നമ്മൾ വാക്ക് മിനിമം ആക്കാനാണ് നമ്മൾ നോക്കുന്നത് അല്ലെ? ഏറ്റവും കുറവ് വാക്ക് വെക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റും. അതാണ് കൺസെപ്റ്റ്. നമ്മൾ ഏറ്റവും വാക്കിനെ മിനിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം വാക്ക് എത്രത്തോളം മിനിമൈസ് ചെയ്താൽ നമുക്ക് കൂടുതൽ പ്രോജക്ട്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ റിട്ടേൺസ് കിട്ടും. അപ്പോൾ വാക്ക് എത്രത്തോളം മിനിമം ആണോ അത്രത്തോളം ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂ കൂടുതലാണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വാക്ക് മിനിമൈസ് ചെയ്യാൻ നോക്കുന്നത് നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്, മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതെങ്ങനെയാണ് കണക്റ്റഡ് എന്ന് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? ക്യാപിറ്റൽ സ്ട്രക്ചറും അതേപോലെ ഒരു കമ്പനീന്റെ വാക്കും അതിന്റെ ബിസിനസ് വാല്യൂവും കണക്റ്റഡ് ആണ്. എങ്ങനെ കണക്റ്റഡ്? കാരണം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ അത് വാക്കിനെ എഫക്ട് ചെയ്യും. ഒരു കമ്പനീന്റെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്ട് ചെയ്യും. ആ വാക്കിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന് എന്തിനെ എഫക്ട് ചെയ്യും? ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂവിനെയും എഫക്ട് ചെയ്യും. ഇവിടെ കാണുന്നില്ലേ? ആ ഒരു ഡയഗ്രാം കാണുന്നില്ലേ? അതേപോലെ ഈ ഇക്വേഷനും കാണുന്നുണ്ട്. അപ്പൊ ആ ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ചേഞ്ച് സംഭവിക്കും. അപ്പൊ നമ്മളിവിടെ ശ്രമിക്കുന്നത് വാക്ക് ഏറ്റവും കുറവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വാക്ക് ഏറ്റവും കൂടുതൽ മിനിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം എന്ത് കൂട്ടാൻ പറ്റും? ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂവിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും അതേപോലെ തന്നെ അതിന്റെ ബിസിനസ് വാല്യൂ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ? അപ്പോ ഈ മാർക്കറ്റ് വാല്യൂവിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നത് എന്തുകൊണ്ടാണ്? ആ കമ്പനീന്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ ആ കമ്പനീന്റെ എവിടെ മാറ്റം വരും? ആ കമ്പനീന്റെ വാക്കിൽ മാറ്റം വരും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ആ വാക്കിൽ മാറ്റം വരുമ്പോൾ എവിടെ മാറ്റം വരും? ആ ഒരു കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂവിലും മാറ്റം വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്തായിരിക്കും? ബെസ്റ്റ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ് എൻ്റെ കമ്പനീന്റെ വാക്കിനെ എനിക്ക് ഏറ്റവും കൂടുതൽ മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ 2 സിറ്റുവേഷൻ കണ്ടില്ലേ? അവിടെ 2 സിറ്റുവേഷനിലും വാക്ക് കുറയുന്ന സിറ്റുവേഷനിലാണ് ഒരു കമ്പനീന്റെ എന്ത് കൂടിയത്? ആ കമ്പനീന്റെ മാർക്കറ്റ് വാല്യൂ കൂടിയത് അല്ലെ? 0.15 നിന്ന് 0.10 ആയി മാറിയപ്പോൾ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് വാല്യൂവിൽ ഒരു ഇൻക്രീസ് സംഭവിച്ചു അല്ലെ? ആ വാക്ക് ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഈ 3 ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും നമുക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് എന്താണ്? 3 ഡിഫറെന്റ് വ്യൂസ് ആണ്. എന്തായിരിക്കും ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ? എന്താണ് ഒരു ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നാണ് 3 തിയറീസും നമുക്ക് പറഞ്ഞു തരുന്നത്. 3 ഡിഫറെന്റ് വ്യൂസ് ആണ്. പക്ഷെ എല്ലാ തിയറിസ്റ്റും അഗ്രി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇമ്പാക്ട് ഓഫ് ഡെപ്റ്റ് ഇൻ വാക്ക്.
അവർ എല്ലാ തിയറീസും അഗ്രി ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഡെപ്റ്റിന്റെ ലെവലിൽ നമുക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ, നമ്മൾ മാറ്റം വരുത്തും തോറും ആ ബാക്കിൽ മാറ്റം വരും എന്നുള്ളത് എല്ലാ തിയറീസും അഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യമല്ല, ആക്ച്വലി ദർ ഇസ് 2 ഇമ്പാക്ട്സ്. ഈ 2 ഇമ്പാക്ട് ഉണ്ട് എന്ന് എല്ലാ തിയറീസും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ എഴുതി വെച്ചത് നമുക്ക് നോക്കാം. വാക് ഇസ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഫൈനാൻസ് യൂസ്ഡ് ബൈ ദ കമ്പനി. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ സംഭവമാണ്. നമുക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി എന്ത് വരും? കോസ്റ്റ് വരും അല്ലെ? ആ കോസ്റ്റിന്റെ എല്ലാം ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഫൈനാൻസിൽ നിന്ന് വരുന്ന എല്ലാ സോഴ്സസിന്റെയും ആ കോസ്റ്റിന്റെ ഒരു വെയ്റ്റഡ് ആവറേജ് ആണ് ഒരു കമ്പനിയുടെ വാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ thus we can adjust the level of gearing in order to impact the WACC. അപ്പോൾ നമ്മൾ ഗിയറിങ്ങിൽ വ്യത്യാസം വന്നാൽ, ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഡെപ്റ്റ് അല്ലെ, ആ ഡെപ്റ്റിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വാക്കിലും മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഒരു സംഭവം. അപ്പോൾ കാരണം നമുക്കറിയാം വാക്കിൽ ഡെപ്റ്റിന്റെ ഒരു സംഭവം വരുമ്പോൾ അവിടുത്തെ ഒരു കോസ്റ്റും കൂടി കയറി വരും അല്ലെ. ആ കോസ്റ്റ് വരുമ്പോൾ ആ വാക്കിൽ എന്ത് സംഭവിക്കും? ഒരു വ്യത്യാസം സംഭവിക്കും. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു there are 2 effects when gearing increases. ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ഗിയറിംഗ് കൂടുന്നു അല്ലെ. ഇപ്പൊ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആസ് എ സോഴ്സ് ഓഫ് ഫൈനാൻസ് ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദർ ആർ ആക്ച്വലി 2 ഇമ്പാക്ട്സ്. ഫസ്റ്റ് വരുന്നത് റിഡക്ഷൻ ഇൻ വാക്. ഇതിന് നമുക്ക് പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് വിളിക്കാം. ആക്ച്വലി ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫൈനാൻസ് ആണ്. ഡെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫൈനാൻസ്. കാരണം അതിന്റെ മേലെ നമുക്ക് ടാക്സ് സേവിങ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് നമുക്ക് ചീപ്പർ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ increases the proportion of cheaper debt finances would, when all other things are equal, decrease the WACC. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ഈക്വൽ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഡെപ്റ്റിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചീപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മളെ വാക്കിൽ എന്ത് സംഭവിക്കും? ഒരു റിഡക്ഷൻ സംഭവിക്കും. ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അല്ലെ. കാരണം നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ വാക്കിൽ ഒരു റിഡക്ഷൻ ആണ് വേണ്ടത്. അതെല്ലാവർക്കും അറിയില്ലേ? ഓക്കെ. രണ്ടാമത്തെ എന്തായിരിക്കും? there will be an increase in WACC. Increases the risk for equity shareholders, raising the cost of equity and thus increasing the WACC. ഈ സംഭവം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പെക്കിംഗ് ഓർഡർ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കമ്പനി ലിക്വിഡിറ്റി ചെയ്യുന്ന സമയത്ത്, കമ്പനി പൂട്ടി പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അവരുടെ അസറ്റ്സ് കൊടുത്ത് ഒഴിവാക്കണം അല്ലെ. എല്ലാവർക്കും അവർക്ക് ബാധ്യത ഉള്ളതൊക്കെ കൊടുത്ത് ഒഴിവാക്കണം. ആ ഒരു ഓർഡറിൽ ആദ്യം വരുന്നത് ആരാണ്? ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കടം തന്ന ആൾക്കാർ, ബോറോവേഴ്സ് ആണ് നമ്മളെ ഫസ്റ്റ് വരുന്നത്. അവർക്ക് കൊടുത്ത് ഒഴിവാക്കിയിട്ട് ഏറ്റവും അവസാനം വരുന്ന ആൾക്കാരാണ് ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഫസ്റ്റ് ആർക്ക് കൊടുക്കണം? ഡെപ്റ്റേഴ്സിന് കൊടുക്കണം. ഏറ്റവും അവസാനമാണ് ആർക്ക് കിട്ടുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. എല്ലാം കൊടുത്ത് വീട്ടിയതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഇൻക്രീസ് ചെയ്യുന്ന തോറും എന്താ സംഭവിക്കുന്നത്? ലെവൽ ഓഫ് ഡെപ്റ്റേഴ്സ് കൂടുന്നു അല്ലെ. അപ്പോൾ ഒരു കമ്പനി ഇൻ കേസ് പൂട്ടി പോകുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കിട്ടില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം അല്ലെ. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ ഡെപ്റ്റേഴ്സ് അത്രത്തോളം കൂടി നിൽക്കണം. അപ്പൊ ഡെപ്റ്റേഴ്സിന് എടുത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള അസറ്റ്സ് ഒക്കെ കഴിഞ്ഞു, പിന്നെ ഇവർക്ക് ഒന്നുമില്ല, കലാസ് കത്തം. അപ്പോൾ അവരെടുക്കുന്ന റിസ്ക് എന്താണ്? ഇവിടെ കൂടുതലാണ് അല്ലെ. അതുകൊണ്ട് അവർ കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യും. കാരണം റിസ്ക്കും അതേപോലെ റിട്ടേൺസും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒരാള് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ എന്താ എക്സ്പെക്ട് ചെയ്യും? കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യും അല്ലെ. ഞാൻ എടുക്കുന്ന റിസ്ക് കൂടുതലാണ്, അപ്പൊ എനിക്ക് കൂടുതൽ റിട്ടേൺസ് വേണം. അതെല്ലാ ലോജിക്കൽ ആയിട്ടുള്ള പേഴ്സൺ എക്സ്പെക്ട് ചെയ്യുന്ന സംഭവം അല്ലേ. ഞാൻ അത്ര റിസ്ക് ഒന്നും എടുക്കുന്നില്ല, ഓക്കെ ശരി, അപ്പൊ എനിക്ക് കുറച്ച് പ്രോഫിറ്റ് തന്നാൽ മതി. പക്ഷെ ഞാൻ കുറച്ച് റിസ്ക് എടുക്കുന്നുണ്ട്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ കൂടുതൽ എന്ത് എക്സ്പെക്ട് ചെയ്യും? കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്, കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ അവർ എടുക്കുന്ന റിസ്ക് കൂടുന്തോറും, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് കൂടുന്തോറും നമ്മളുടെ ആ എന്ത് കൂടും? ആ ഒരു കമ്പനിക്ക് ആ സോഴ്സിൽ നിന്ന് റേസ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടും. അപ്പൊ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ എന്ത് സംഭവിക്കും? ഒരു ഇൻക്രീസ് സംഭവിക്കും. നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും തോറും എന്ത് സംഭവിക്കും? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ ഒരു ഇൻക്രീസ് സംഭവിക്കും. ആ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയിൽ ഒരു ഇൻക്രീസ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ വാക്കിൽ എന്ത് സംഭവിക്കും? വാക്കിൽ ഒരു ഇൻക്രീസ് സംഭവിക്കും. അപ്പൊ നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
ആക്ച്വലി രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് ഇമ്പാക്ട്, റിഡക്ഷൻ ഇൻ ബാക്ക്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റത്തെ അല്ലേ. റിഡക്ഷൻ ഇൻ ബാക്ക്. കാരണം എന്താ? ഡെപ്റ്റ് ഇസ് എ ചീപ്പർ സോഴ്സ് ഓഫ് ഫൈനാൻസ്. പിന്നെ ഇൻക്രീസ് ഇൻ ബാക്ക്. അതിന് കാരണം എന്താ? കാരണം അവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ റിസ്ക് എടുക്കുന്നുണ്ട്. കൂടുതൽ റിസ്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസ് കൂടും. therefore അവരുടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് സംഭവിക്കും? കൂടും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുമ്പോൾ നമ്മുടെ ബാക്കിൽ എന്ത് സംഭവിക്കും? ഇൻക്രീസ് സംഭവിക്കും. അപ്പൊ എന്ത് പോസിറ്റീവ് ഇമ്പാക്ട് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്. അപ്പൊ രണ്ട് ഇമ്പാക്റ്റും ഉണ്ട് എന്ന് എല്ലാ തിയറിസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് എല്ലാ തിയറിസ്റ്റും അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം? നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. കാരണം 3 തിയറീസിലും ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂസ് ആണ്. നമുക്ക് ആക്ച്വലി ട്രഡീഷണൽ തിയറി ഉണ്ട്, അതേപോലെ മോഡിഗ്ലിയാനോ വിത്ത് ടാക്സും ഉണ്ട്, മോഡിഗ്ലിയാനോ വിത്തൗട്ട് ടാക്സ് തിയറീസും ഉണ്ട്. ഇതിനെല്ലാത്തിനും അതിൻ്റെതായ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്, അസംഷൻസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ആദ്യം വരുന്ന തിയറിയാണ് ട്രഡീഷണൽ വ്യൂ തിയറി. നമുക്ക് നോക്കാം എന്താണ് ട്രഡീഷണൽ വ്യൂ തിയറിയിൽ പറയുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു. there's a positive impact and a negative impact for introducing debt into the capital structure of a company. അല്ലെ, ഒരു കമ്പനിയിലേക്ക് ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ബാക്കിൽ റിഡക്ഷനും വരും, അതേപോലെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. അത് ചിലപ്പോൾ ബാക്കിൽ ഒരു ഇൻക്രീസും വന്നേക്കാം. ഇത് എല്ലാ തിയറീസും അഗ്രി ചെയ്യുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യൂ പ്രകാരം, ഈ ഒരു തിയറി പ്രകാരം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ് ലോ ലെവൽസ് ഓഫ് ഗിയറിംഗ് ഇതിനെ ഒരു 3 ലെവലായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ലോ ലെവൽ ഓഫ് ഗിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ എ കമ്പനി ഇൻട്രൊഡ്യൂസസ് ഡെപ്റ്റ് ഇൻ ടു ദെയർ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താ സംഭവിക്കുന്നുണ്ടാവുക? എക്സാക്ട്ലി നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പെർസീവ് റിസ്ക് ആസ് അൺചേഞ്ച്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിചാരിക്കും ഓക്കെ ചെറിയ രീതിക്കല്ലേ ഡെപ്റ്റ് ഉള്ളൂ, ഓക്കെ കുഴപ്പമില്ല, അത് സീനൊന്നുമില്ല എന്ന് വിചാരിച്ച് അവർ പറയും ഓക്കെ എൻ്റെ റിസ്ക് വലിയ മാറ്റമൊന്നുമില്ല, എൻ്റെ കെയിലും ഒരു മാറ്റമൊന്നും വരില്ല, അപ്പോൾ ഒരു പ്രശ്നമില്ല, ബാക്കിലും ഒരു ചേഞ്ച് വരില്ല, KE ആ സെയിം തന്നെ ആയിരിക്കും, KD ഇപ്പോൾ ചീപ്പറാണ്, അപ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിൽ ഒരു ഡിക്രീസ് സംഭവിക്കും അല്ലേ. അത് ലോ ലെവൽ ഓഫ് ഗിയറിങ്ങിൽ അതാണ് സംഭവിക്കുക. പിന്നീട് ഹയർ ലെവൽ ഓഫ് ഗിയറിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസ് വോളറ്റിലിറ്റി ഓഫ് റിട്ടേൺസ്. അപ്പോൾ അവർക്ക് കുറച്ച് പേടിയാവും അല്ലേ. കാരണം ആദ്യം ഡെപ്റ്റ് ഹോൾഡേഴ്സിന് അവരെ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ എന്ത് കിട്ടുന്നുള്ളൂ? റിട്ടേൺസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ വോളറ്റിലിറ്റി കാണും, എന്ന് വെച്ചാൽ അവർ ചേഞ്ചസ് കാണിച്ചു തുടങ്ങും. അപ്പോൾ അവർക്ക് പേടിയാവും, അയ്യോ ഇപ്പോൾ ഡെപ്റ്റ് കൂടിയോണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്, അപ്പോൾ ഞാൻ എടുക്കുന്ന റിസ്ക് ശരിക്കും കൂടുതലല്ലേ, അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്ന കൂടുതലായതുകൊണ്ട് എനിക്ക് കൂടുതൽ റിട്ടേൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൂടെ എന്ന് അവർ ആലോചിച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താ? ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കൂടുതൽ റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ത് സംഭവിക്കും? KE എന്ന് നമ്മൾ പറയുന്ന സംഭവത്തിന് എന്ത് സംഭവിക്കും? ഇൻക്രീസ് വരും അല്ലേ. ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഫൈനാൻഷ്യൽ റിസ്ക് ലീഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ KE വിച്ച് ഔട്ട്വേസ് ദി പോസിറ്റീവ് ഇമ്പാക്ട്. നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഹയർ ലെവൽ ഓഫ് ഗിയറിങ്ങിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി തുടങ്ങും. പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കാട്ടിക്കും കൂടുതൽ ഏതായിരിക്കും? നെഗറ്റീവ് ഇമ്പാക്ട് അല്ലേ. ചീപ്പർ സോഴ്സ് ഓഫ് ഫൈനാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റിനെ കാട്ടിക്കും ഇവിടെ നെഗറ്റീവ് ഇമ്പാക്റ്റിനായിരിക്കും കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ലെവൽ ഓഫ് ഗിയറിങ്ങിൽ ഇത് സംഭവിക്കുന്നു. പിന്നീട് അറ്റ് വെരി ഹൈ ലെവൽ ഓഫ് ഗിയറിംഗ് നമ്മൾ ഡെപ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഇത് നോക്കുന്നേ ഇല്ല, അങ്ങനെ ഡെപ്റ്റ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് വരുന്ന സിറ്റുവേഷനിൽ സീരിയസ് ബാങ്ക്രപ്സി ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. ബാങ്ക്രപ്സി, നമുക്ക് ഇനി ഈ കടം എടുക്കാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല, നമുക്ക് ഈ പൈസക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, അതിനുള്ള ഒരു ചാൻസ് പോലും ഇല്ല, ഉള്ള പൈസക്ക് ഇങ്ങനെ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ബോത്ത് KD ആൻഡ് KE റൈസസ്. കാരണം എന്തായിരിക്കും? രണ്ടുപേർക്ക് നോക്കുമ്പോൾ ടെൻഷനാവും. ഡെപ്റ്റ് ഹോൾഡേഴ്സ് നോക്കുമ്പോൾ അയ്യോ എനിക്ക് എന്നെ കടം തിരിച്ചു കിട്ടുമോ, മറ്റവരെ നോക്കുമ്പോൾ അയ്യോ കമ്പനി പൂട്ടി പോവോ, ഇങ്ങനെ രണ്ടുപേർക്കും ടെൻഷനായിരിക്കും അല്ലേ. അപ്പോൾ രണ്ടുപേരും എടുക്കുന്ന റിസ്ക് ഇപ്പോൾ കൂടുതലാണ്. കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ രണ്ടും കൂടും, KDയും കൂടും, അതേപോലെ തന്നെ KEയിലും ഒരു ഇൻക്രീസ് സംഭവിക്കും.
വിച്ച് വിൽ റിസൾട്ട് ഇൻ എ റൈസ് ഓഫ് വാക്ക്. അപ്പോൾ രണ്ടിലും ഇൻക്രീസ് സംഭവിക്കുമ്പോൾ ഒബ്വിയസ്ലി വാക്കിലും ഒരു ഇൻക്രീസ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡയഗ്രാമാറ്റിക് വ്യൂവിൽ ഇത് നോക്കാം. ഒരു ഗ്രാഫൊക്കെ നോക്കിയിട്ട് ഇതുപോലെ നോക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആക്ച്വലി വാക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. വാക്ക് ഇങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിൽ ആണ് നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? കെ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാക്ക് കണ്ടില്ലേ മെല്ലെ എന്ത് സംഭവിക്കുന്നു? വാക്കിന് മെല്ലെ ഒരു റിഡക്ഷൻ സംഭവിക്കുന്നു അല്ലേ. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, കെ ഇ നമ്മൾ കെ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കെ ഇയിൽ എന്താ സംഭവിക്കുന്നത്? മെല്ലെ ഒരു അപ്വേർഡ് ട്രെൻഡ് കാണുന്നില്ലേ? കെ ഇ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു അപ്വേർഡ് ട്രെൻഡ്. നമ്മൾ കെ ഡി ഇങ്ങനെ കൂട്ടും തോറും എന്ത് കൂടുന്നു? കെ ഇ കൂടുന്നു. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ, ആ എക്സ് എന്ന് പറയുന്ന പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ വാക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മുടെ വാക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള പോയിന്റ്. ആ പോയിന്റിന് ശേഷം എന്ത് സംഭവിക്കുന്നത്? വാക്കിൽ നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്തോറും നമ്മുടെ കെ ഇ കൂടുന്നു, നമ്മളെ എന്തും കൂടുന്നു, വാക്കും അതിനനുസരിച്ച് ഇങ്ങനെ കൂടി പോവാണ്. വെരി ഹൈ ലെവൽ ഓഫ് ഗിയറിങ്. ഈ സിറ്റുവേഷനിൽ ഇവിടെ കാണുന്നില്ലേ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഗ്രാഫ്, അവിടെ എന്താ സംഭവിക്കുന്നത്? കെ ഡിയും കൂടുന്നുണ്ട്, അതേപോലെ വാക്കും ഏറ്റവും ഹയസ്റ്റ് ആയി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്, അതേപോലെ കെ ഇയും ഏറ്റവും ഹയസ്റ്റ് ആയി പോകുന്ന സിറ്റുവേഷൻ ആണ്. അത് വെരി ഹൈ ലെവൽ ഓഫ് ഗിയറിങ് എന്ന് നമ്മൾ പറഞ്ഞ ഈ ലാസ്റ്റത്തെ സിറ്റുവേഷൻ ആണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ കെ ഡി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കിട്ടി, വേർ ദ വാക്ക് ഇസ് മിനിമം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ്? എങ്ങനെയായിരിക്കും ക്യാപിറ്റൽ സ്ട്രക്ചർ വെക്കണം എന്ന് ട്രഡീഷണൽ വ്യൂ പറയുന്നത്? ട്രഡീഷണൽ വ്യൂ പ്രകാരം കമ്പനി ഷുഡ് ഗിയർ അപ്പ് അണ്ടിൽ ഇറ്റ് റീച്ചസ് ദി ഒപ്റ്റിമൽ പോയിന്റ്. ഈ ഒപ്റ്റിമൽ പോയിന്റ്, ഈ എക്സ് എന്ന് പറയുന്ന ഒപ്റ്റിമൽ പോയിന്റ് എത്തുന്നവരെ കമ്പനി ഗിയർ അപ്പ് ചെയ്യണം, അതുവരെ ഡെപ്റ്റ് എടുക്കണം എന്നാണ് ട്രഡീഷണൽ വ്യൂ പ്രകാരം പറയുന്നത്. ദെൻ റേസ് എ മിക്സ് ഓഫ് ഫൈനാൻസ് ടു മെയിൻറ്റെയിൻ ദി ലെവൽ ഓഫ് ഗിയറിംഗ്. അതുവരെ ഡെപ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ഓഫ് ഫൈനാൻസ് എടുത്തിട്ട് ആ ഗിയറിംഗ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ട്രഡീഷണൽ വ്യൂ പ്രകാരം പറയുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇവിടെ എന്തായിരിക്കും പ്രശ്നം. നമ്മൾ എങ്ങനെ ഈ ലെവൽ ഓഫ് ഈ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഒപ്റ്റിമൽ ലെവൽ, എൻ്റെ കമ്പനീൻ്റെ ഒപ്റ്റിമൽ ലെവൽ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ട്രയൽ ആൻഡ് എററിൽ കൂടെ മാത്രമാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആദ്യം ഒരു 10% ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ഒരു 20%, എന്നിട്ട് ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ. എപ്പോഴാണോ എൻ്റെ ഏറ്റവും വാക്ക് മിനിമം ആവുന്നത് ആ ഒരു പോയിന്റ് ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും ബൈ ട്രയൽ ആൻഡ് എറർ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ട്രഡീഷണൽ വ്യൂ പ്രകാരം ഉള്ള തിയറി. അപ്പോൾ ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് എന്താ? നമ്മൾ ഒരു ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഗിയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആ ഒരു സംഭവത്തിൽ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ലെവലിൽ എത്തുന്നവരെ നമ്മൾ ഡെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ആ ലെവൽ ഓഫ് ഗിയറിംഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ട്രഡീഷണൽ വ്യൂ പ്രകാരം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത തിയറി വരുന്നത് മോഡിഗിലിയാനി ആൻഡ് മില്ലർ എന്ന് പറഞ്ഞ രണ്ട് തിയറിസ്റ്റ്, നമ്മൾ MNM എന്ന് വിളിക്കും, രണ്ട് തിയറിസ്റ്റ് ഒരുക്കിയിട്ടുള്ള ആദ്യത്തെ തിയറി ആയിരുന്നു മോഡിഗിലിയാനി ആൻഡ് മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറി. മോഡിഗിലിയാനി ആൻഡ് മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറി. ഓക്കെ, അടുത്ത തിയറി വരുന്നത് മോഡിഗിലിയാനി ആൻഡ് മില്ലർ എന്ന് പറഞ്ഞ രണ്ട് തിയറിസ്റ്റിന്റെ ഒരു തിയറിയാണ് മോഡിഗിലിയാനി ആൻഡ് മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറി. ഇവർക്ക് ആക്ച്വലി രണ്ട് തിയറി ഉണ്ട്, വിത്തൗട്ട് ടാക്സും ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ വിത്ത് ടാക്സ് എന്ന് പറഞ്ഞ വേറൊരു തിയറി പബ്ലിഷ് ചെയ്തു. അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. പക്ഷെ ആദ്യം നമുക്ക് വിത്തൗട്ട് ടാക്സ് തിയറി നോക്കാം. MNM എന്ന് നമ്മൾ ഇവരെ വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് പ്രകാരം ഈ തിയറി പ്രകാരം എങ്ങനെയാണ് ഇവർ ക്യാപിറ്റൽ സ്ട്രക്ചർ വെക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് എന്ന് നോക്കാം. MNM ആർഗ്യൂ ദാറ്റ് ദ ഇൻക്രീസ് ഇൻ വാക്ക് കോസ്ഡ് ബൈ ദ നെഗറ്റീവ് ഇമ്പാക്ട്. നമ്മുടെ നെഗറ്റീവ് ഇമ്പാക്ട് കാരണം ഇൻക്രീസ് വരുമല്ലോ വാക്കിൽ, അത് is equal to the decrease in WACC caused by the positive impact. പോസിറ്റീവ് ഇമ്പാക്റ്റ് കാരണം വാക്കിൽ ഒരു ഡിക്രീസ് വരുന്നത്, ഇതിന് രണ്ടിൻ്റെ എഫക്റ്റ് സെയിം ആണ് എന്നാണ് ആര് പറഞ്ഞത്? മോഡിഗിലിയാനി ആൻഡ് മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറിയിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഇതിൻ്റെ രണ്ടുപേരുടെ ബെനിഫിറ്റും ഡ്രോബാക്കും ഈക്വൽ ആണ്. ആ ബെനിഫിറ്റും ഡ്രോബാക്കും എന്താണ്? ഈക്വൽ ആണ്. പോസിറ്റീവ് ഇസിക്കൽ ടു നെഗറ്റീവ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഓഫ്സെറ്റ് ചെയ്തു പോകും എന്നാണ് ഈ തിയറിയിൽ ഇവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു നിങ്ങൾ ഏത് രീതിക്ക് നിങ്ങൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ കുറച്ച് അസംഷൻസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ രണ്ടും ഈക്വലോ? അതെങ്ങനെ ശരിയാവുക? രണ്ടും ഈ പോസിറ്റീവ് ഇമ്പാക്റ്റും രണ്ടും ഈക്വൽ ആവുമോ? അതെങ്ങനെ ശരിയാവുക? ഇവർ കുറച്ച് അസംഷൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്.
അസംഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ പേപ്പറിൽ അവർ ചോദിക്കും വാട്ട് ഇസ് ദ ലിമിറ്റേഷൻസ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് മോഡിഗ്ലാനിയം മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറി എന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? ഈ അസംഷൻസ് ആണ് എഴുതേണ്ടത്. ഫസ്റ്റ് അസംഷൻ ദർ ഇസ് നോ ടാക്സേഷൻ എന്നുള്ള ഒരു അസംഷൻ ആണ്. ടാക്സേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ഡെപ്റ്റിന്റെ മേലെ നമുക്ക് എന്ത് കിട്ടില്ല? ടാക്സ് സേവിങ്സ് കിട്ടില്ല. അപ്പോൾ ആ ഒരു അസംഷൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അവരെടുത്ത അടുത്ത അസംഷൻ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ഇൻഫർമേഷനും ഉണ്ട്, എന്ന് വെച്ചാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരേ ഇൻഫർമേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള ഒരു അസംഷൻ എടുത്തു. അതല്ല റിയൽ ലൈഫിലുള്ള സിനാരിയോ അല്ലേ? പിന്നെ മൂന്നാമത്തെ, ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് ഇതുപോലെ ഒരു അപ്പുറത്തേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാനോ ഡെപ്റ്റ് എടുക്കാനോ അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ കോസ്റ്റ് വരുന്നില്ല എന്നാണ് ഇവർ അസ്യൂം ചെയ്തത്. പിന്നെ ലാസ്റ്റ്, ഡെപ്റ്റ് ഇസ് റിസ്ക് ഫ്രീ. ഡെപ്റ്റിന് ഒരു റിസ്ക്കും ഇല്ല എന്നാണ് അവർ എടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ. പക്ഷെ ഒബിയസ്ലി റിയൽ ലൈഫിൽ അങ്ങനെ അല്ല അല്ലേ? ഒബിയസ്ലി ഡെപ്റ്റ് കുറേ എടുക്കുമ്പോൾ ദർ ബി എ ലോട്ട് ഓഫ് റിസ്ക് ഉണ്ട്. നമ്മൾ എടുക്കുന്ന റിസ്ക് കൂടുതലാണ്. ഡെപ്റ്റ് എടുത്ത് വീട്ടണമല്ലോ, കൊളാട്രൽ കൊടുക്കണം, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് എന്തായിരിക്കും? ചോയ്സസ് ഓഫ് ഫൈനാൻസ് ഇസ് ഇറെലവൻറ്റ്. ഏത് ചോയ്സ് എന്ത് എടുക്കുന്നു, ഏത് സോഴ്സ് ഓഫ് ഫൈനാൻസ് എടുക്കുന്നു എന്നുള്ളത് ഇറെലവൻ്റ് ആണ്. എങ്ങനെ വാങ്ങിച്ചാലും നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോം ചെയ്തോ നിങ്ങളുടെ വാക്ക് ഒരു ചേഞ്ചും വരില്ല എന്നാണ് മോഡിഗ്ലാനിയം മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറിയിൽ അവർ പറഞ്ഞത്. കമ്പനി ക്യാൻ യൂസ് എനി മിക്സ് ഓഫ് ഫണ്ട്സ്. ഇതാണ് മോഡിഗ്ലാനിയം മില്ലർ വിത്തൗട്ട് ടാക്സ് തിയറിയിൽ ഈ രണ്ട് വ്യക്തികൾ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താ? മോഡിഗ്ലാനിയം മില്ലർ വിത്ത് ടാക്സിൽ ഇവർ എന്ത് ചേഞ്ച് ആണ് കൊടുക്കുന്നത് എന്ന് നോക്കാം അടുത്തത്. അപ്പൊ നമ്മുടെ ഫൈനൽ തിയറി ആയിട്ടുള്ള മോഡിഗ്ലാനിയം മില്ലർ വിത്ത് ടാക്സ് തിയറി നോക്കുകയാണ്. മോഡിഗ്ലാനിയം മില്ലർ വിത്ത് ടാക്സ് തിയറി 1963-ൽ, ആദ്യത്തെ തിയറി 1958-ൽ മോഡിഗ്ലാനിയം മില്ലർ വിത്തൗട്ട് ടാക്സിന് ശേഷം 1963-ൽ മോഡിഗ്ലാനിയം മില്ലർ MNM അടുത്ത തിയറി ആയിട്ട് ഇറങ്ങി. ഇവർക്ക് തന്നെയാണ് പണി തോന്നുന്നു അല്ലെ? ഇവര് മോഡിഗ്ലാനിയം മില്ലർ വിത്ത് ടാക്സ് തിയറി ഇറക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം അവർ ടാക്സേഷൻ കൺസിഡർ ചെയ്തു. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു, അവിടെ നോ ടാക്സേഷൻ എന്നുള്ളൊരു അസംഷൻ ആയിരുന്നു. പക്ഷെ ഈ ടൈം അവർ എന്ത് ചെയ്തു? ടാക്സേഷൻ കൺസിഡർ ചെയ്തു. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. Later on, M&M argued that debt interest is tax deductible, so the overall cost of debt to the company is lower than in M&M with tax theory. Without tax theory, sorry. അപ്പോൾ ഇവർ പറഞ്ഞു നമുക്ക് ഡെപ്റ്റിന്റെ മേലെ നമ്മൾ ഡെപ്റ്റ് എടുക്കുമ്പോൾ ആ ഡെപ്റ്റിന്റെ മേലെ നമുക്ക് കോസ്റ്റ് വരും. ആ കോസ്റ്റ് ആണ് എന്ത്? ഇൻട്രസ്റ്റ് അല്ലെ? നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ആണ് അതിന്റെ കോസ്റ്റ്. ഈ ഇൻട്രസ്റ്റിന്റെ മേലെ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് സേവിങ്സ് കിട്ടും. ആ ടാക്സ് സേവിങ്സ് നമ്മളുടെ എന്തിനെ കുറയ്ക്കും? കോസ്റ്റിനെ കുറയ്ക്കും അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ടു M&M വിത്തൗട്ട് ടാക്സ് നമ്മളുടെ ഇവിടെ KD എന്താണ്? കുറവായിരിക്കും. അപ്പോൾ ഇവർ പറയുന്നു ലോവർ ഡെപ്റ്റ് കോസ്റ്റ് ലീഡ്സ് ടു ലെസ് വോളറ്റിലിറ്റി ഇൻ റിട്ടേൺ ഫോർ ദി ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് KD കുറയും തോറും നമ്മുടെ വോളറ്റിലിറ്റി ഓഫ് റിട്ടേൺസ് ആർക്ക്? ഷെയർ ഹോൾഡേഴ്സ് കിട്ടുന്ന റിട്ടേൺസിന്റെ വോളറ്റിലിറ്റി, ആ ചേഞ്ച്, ആ ഒരു റിസ്ക് അവരുടെ കുറയുന്നു. അപ്പോൾ കെയിലുള്ള ആ ഒരു ഇമ്പാക്ട് അത്രത്തോളം വരില്ല. അവരെടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് നോക്കുമ്പോൾ അവർക്ക് തോന്നും എനിക്ക് റിട്ടേൺസ് ഒക്കെ ഓക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്, അപ്പൊ എനിക്ക് ഡെപ്റ്റ് വന്നുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, അപ്പൊ കെയിൽ അത്രത്തോളം വലിയ റിസ്ക് എടുക്കുന്ന പോലെ അവർക്ക് തോന്നുന്നില്ല. അപ്പൊ അവർ അത്രത്തോളം ഇൻക്രീസ് ആവില്ല എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദ പോസിറ്റീവ് ഇമ്പാക്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദി നെഗറ്റീവ് ഇമ്പാക്ട്. എന്ന് വെച്ചാൽ KD വരുന്നതുകൊണ്ടുള്ള പോസിറ്റീവ് ഇമ്പാക്ട് എന്തായിരുന്നു? അവർ ചീപ്പർ ആവുന്നതുകൊണ്ടുള്ള ഇമ്പാക്ട് ഇല്ലേ, അതാണ് ഇവിടെ മറ്റേതിനെക്കാട്ടി നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കാട്ടിക്കും ഗ്രേറ്റർ എന്നാണ് മോഡിഗ്ലാനിയം മില്ലർ വിത്ത് ടാക്സ് തിയറി പറയുന്നത്. പക്ഷെ ഒബ്വിയസ്ലി ഇവിടെ എന്തുണ്ട്? ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ there is bankruptcy risk. നമുക്ക് ഇവിടെ അപ്പോൾ അവർ പറയുമ്പോൾ നമുക്കിവിടെ ഞാനിപ്പോൾ തന്നെ ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് പറഞ്ഞു തരാം. ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് എന്തായിരിക്കും? ഇവിടെ മാക്സിമം ലെവൽ ഓഫ് ഡെപ്റ്റ് വെക്കണം എന്നായിരിക്കും ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ്. എങ്ങനെ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ നമ്മൾ എത്രത്തോളം ഡെപ്റ്റ് വെക്കാൻ പറ്റണോ അത്രത്തോളം ഡെപ്റ്റ് വെക്കണം എന്നായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെ ഡെപ്റ്റ് വെക്കുമ്പോൾ ഒബ്വിയസ്ലി there will be some bankruptcy risks. കാരണം നമ്മൾ ഇത്രത്തോളം ഡെപ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചു വരുമ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? ഇത് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിലല്ലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ.
ഇത് ഡെപ്റ്റ് മാത്രം എടുത്തു വന്ന് വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ കടങ്ങൾ കൊടുത്തു വിട്ടാൻ പറ്റില്ല. അപ്പൊ ബാങ്ക്രപ്റ്റ് ആയി പോകാനുള്ള ഒരു റിസ്ക് ഉണ്ട് അല്ലെ. പിന്നീട് ടാക്സ് എക്സോഷൻ ഉണ്ട്. ഇവരിത് കൺസിഡർ ചെയ്തില്ല. ടാക്സ് എക്സോഷൻ എന്ന് പറഞ്ഞ സംഭവം, നമുക്ക് ടാക്സിന്റെ മേലെ സേവിങ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടാക്സ് സേവിങ്സ് അവെയിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവർ അസ്യൂം ചെയ്തിട്ടുണ്ടാകും നമുക്ക് എത്ര ഡെപ്റ്റ് എടുക്കുന്നു അതിന്റെ മേലെ ഒക്കെ എന്ത് കിട്ടും, ടാക്സ് സേവിങ്സ് കിട്ടും എന്നാണ് ഇവർ അസ്യൂം ചെയ്തത്. പക്ഷെ എല്ലാ ഓരോ പെർട്ടിക്കുലർ കൺട്രീസിലെ ഗവൺമെന്റ്സ് അവരൊരു ലിമിറ്റ് വെക്കും, എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ലിമിറ്റ് വെക്കും. ഓക്കെ, അപ്പോൾ അത് ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നീട് ഇവര് എന്താണ് ഇമ്പാക്ട് ഓൺ ബോറോയിങ് അല്ലെങ്കിൽ ഡെപ്റ്റ് കപ്പാസിറ്റി കൺസിഡർ ചെയ്തില്ല. ഓരോ ബാങ്കുകളൊക്കെ നമുക്ക് ഈ ഒരു ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊലാട്രലൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. നമുക്ക് ഓരോ ഇതിന് സെക്യൂരിറ്റി കൊടുക്കേണ്ടി വരും അവർക്ക്, അല്ലെങ്കിൽ നമ്മളെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളെ കപ്പാസിറ്റി ഉണ്ടാവണം, ഇത്രത്തോളം ഡെപ്റ്റ് എടുക്കാനുള്ള എന്തുണ്ടാവണം, കപ്പാസിറ്റി ഉണ്ടാവണം. അതും ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നെ ഡിഫറൻസസ് ഇൻ റിസ്ക് ടോളറൻസ് ലെവൽസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനീന്റെ ഓണേഴ്സ് ആണ് അല്ലെ. അപ്പോൾ ആ ഓണേഴ്സിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആസ് ഫൈനാൻഷ്യൽ മാനേജേഴ്സ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവരുടെ റിസ്ക് ലെവൽ നോക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ഡിസിഷൻസ് എടുക്കുമ്പോഴും റിസ്ക് ലെവൽ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് ലെവൽ നോക്കണം. അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചില ഷെയർ ഹോൾഡേഴ്സ്, ചില കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല ഹൈ ലെവൽ ഓഫ് ഡെപ്റ്റ് വെക്കാൻ. അവർക്ക് അത്രത്തോളം റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതും ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. പിന്നീട് റെസ്ട്രിക്ഷൻസ് ഇൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മൾക്കറിയാം ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നമ്മൾ കമ്പനി ഫോർമേഷൻ സ്റ്റേജിൽ വെക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അതിലെല്ലാ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു കമ്പനി ഫോർമേഷൻ ടൈമിൽ. അപ്പൊ അതിൽ ചിലപ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും, ഇത്രത്തോളം ഡെപ്റ്റ് എടുക്കാനേ പറ്റുള്ളൂ എന്നുള്ള ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതും എന്ത് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് M&M വിത്ത് ടാക്സ് തിയറിന്റെ വരുന്ന റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് വരുന്നത്. ഓക്കെ, ഇനി ഇംപ്ലിക്കേഷൻ ഓഫ് ഫൈനാൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. എന്തായിരിക്കും, കമ്പനി ഷുഡ് ഗിയർ അപ്പ്, യൂസ് ഡെപ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ. എത്രത്തോളം ഗിയർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം കമ്പനി ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഗിയറിംഗ് കൊണ്ടുവരണം എന്നാണ് M&M വിത്ത് ടാക്സ് തിയറി പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ഈക്വൽ ടു 99.9% ഡെപ്റ്റ്. എത്രത്തോളം ഡെപ്റ്റ് വെക്കാൻ പറ്റുമോ അത്രത്തോളം ഡെപ്റ്റ് വെച്ചോ, കാരണം ബാക്ക് അത്രത്തോളം ഡിക്രീസ് ആവും എന്നാണ് പറയുന്നത്. കാരണം എന്താ, പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നെഗറ്റീവ് ഇമ്പാക്റ്റിനെക്കാട്ടിയും കൂടുതൽ അല്ലെ. അതാണ് ഇവർ ആർഗ്യൂ ചെയ്തത്. കാരണം നമുക്ക് ഇങ്ങനെ ടാക്സ് സേവിങ്സ് കിട്ടിക്കൊണ്ടിരിക്കും, എടുത്തോ ഡെപ്റ്റ് എടുത്തോ. ഇവര് പക്ഷെ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, അത് നേരത്തെ പറഞ്ഞു ഒരു ലിമിറ്റേഷൻസും ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ ഇവരുടെ ഇംപ്ലിക്കേഷൻ പ്രകാരം നമ്മൾ എന്ത് വെക്കണം, 99.9% ഡെപ്റ്റ് വെക്കണം. ഇങ്ങനെ എടുത്തോണ്ടിരുന്നോ ഡെപ്റ്റ് വേണം എടുത്തോ, ആ മൈൻഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച 3 തിയറീസ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഐ വിൽ ട്രൈ ടു ആൻസർ ദം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ കാണുന്നവരെ താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. സീ യു ഗൈസ് സൂൺ.